നമസ്കാരം കാസർഗോഡ്. ഏവർക്കും അതിലെ ഒരു ശുഭസായാഹ്നം നേരുന്നു. ഇന്ന് ഫെബ്രുവരി 23 വളരെ യാദൃശ്ചികമായി സംഭവിച്ച ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച്. സമാധാനത്തിന്റെയും പരസ്പര ധാരണയുടെയും അന്താരാഷ്ട്ര ദിനം കൂടിയാണ് ഫെബ്രുവരി 23. ഒരു സമൂഹത്തിൽ എല്ലാവരെയും ഉൾച്ചേർക്കുന്ന ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുമ്പോഴാണ് സമാധാനം പുലരുന്നത്. കൊടുക്കൽ വാങ്ങൽ അതിന്റെ പെരുമ നിലനിർത്തുന്ന കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ഭിന്നശേഷി മേഖലയെ കൂടി സമൂഹത്തിന്റെ ഭാഗമാക്കി ചേർക്കുന്ന കേരളത്തിന്റെ ഒരു പുതിയ മാതൃകയ്ക്ക് നാന്ദി കുറിക്കുകയാണ്. നമസ്കാരം കാസർഗോഡ്, കേരളത്തിന്റെ സപ്തഭാഷ സംഗമ ഭൂമി. പ്രകൃതിയിലും മനുഷ്യരിലും മാത്രമല്ല, ഭാഷയിലും ഭംഗിയുള്ള മനുഷ്യരുടെ നാട്. ചരിത്രവും സംസ്കാരവും കൊണ്ട് സമ്പന്നമായ അറബിക്കടൽ ആലിംഗനം ചെയ്യുന്ന തീരഭൂമി കാസർഗോഡ്. കേരളത്തിന്റെ ഭൂപടം നോക്കിയാൽ കാസർഗോഡിന് ഒരു തലപ്പൊക്കമുള്ള ജില്ലയായിട്ട് നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ഔദ്യോഗികമായിട്ട് തലസ്ഥാനമാണെങ്കിലും തല കാസർഗോഡാണ്. ശരിക്കും കിരീട സ്ഥാനമാണ് കാസർഗോഡ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റിയുടെ ഒരു തലസ്ഥാനമായി കാസർഗോഡ് മാറുന്നത്. അതെ, ഭിന്നശേഷി മേഖലയ്ക്ക് തന്നെ കേരളം നമ്മുടെ രാജ്യത്തിന് ഒരു മാതൃകയായി നൽകിയ ഡിഫറൻറ്റ് ആർട്ട് സെന്റർ DSCയുടെ സ്വപ്ന പദ്ധതി. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയവരുടെ കലാ കായിക കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അതിലൂടെ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവരികയും ഏറ്റവും പ്രധാനമായി സമൂഹത്തിൽ ഇവർക്ക് ഇവരുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് DSC വേറിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരു പക്ഷിയല്ലാതാവുന്നത് അതിൻ്റെ ചിറകുകൾ ഒഴിഞ്ഞു പോകുമ്പോഴല്ല, അതിൻ്റെ തൂവലുകൾ ഒഴിഞ്ഞു പോകുമ്പോഴല്ല, നേരെ മറിച്ച പക്ഷിയുടെ ആകാശം നഷ്ടപ്പെടുമ്പോഴാണ് എന്നിവിടെ വായിച്ചിട്ടുണ്ട്. ഇന്ന് നിർഭാഗ്യവശാൽ പല സാഹചര്യങ്ങളാൽ ഭിന്നശേഷി മേഖലയിലുള്ള എത്രയോ ആളുകൾക്ക് ആശ്രയമായിട്ട് നിലകൊള്ളാൻ പറ്റുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആദ്യം സുസ്വാഗതം. നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്, ചിത്ര ചേച്ചി തുടങ്ങി എല്ലാ പ്രിയപ്പെട്ട സാരഥികളെയും ആദ്യമായിട്ട് ഞാൻ സ്നേഹപൂർവ്വം എൻ്റെ സന്തോഷം ഈ വേദിയിൽ നിൽക്കുന്ന സമയത്ത് അറിയിക്കുകയാണ്. നമ്മൾ വലിയൊരു സ്വപ്നത്തിലേക്ക് ചിറകടിച്ചു വരുവാനുള്ള ഒരു സംരംഭത്തിന്റെ ആദ്യത്തെ കുതിപ്പാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് പറയുവാനുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അധികമായി പോകുമോ എന്നുള്ളതിന്റെ പേരിൽ ഇവിടെ ഇത് നോക്കി വായിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി ഡിഫറൻറ്റ് ആർട്സ് സെന്റർ വിഭാവനം ചെയ്യുന്ന ഒരു സമ്മാനമാണ് മടിക്കൈയിലെ അടിക്കത്ത് പറമ്പ് എന്ന പ്രദേശത്ത് 20 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും വേണ്ടി കലയും കായികവും റീഹാബിലിറ്റേഷനും ചികിത്സയും അസിസ്റ്റീവ് ഡിവൈസസിന്റെ നിർമ്മാണവും അവരുടെ അധ്യാപകർക്കുള്ള പഠന കേന്ദ്രവും തുടങ്ങി എല്ലാ സാധ്യതകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള മഹത്തായ ഒരു ആശയമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് അഥവാ IIPD. പൂർണ്ണമായും ജാലവിദ്യാരംഗത്ത് വിരാജിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം
ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബവും ഒക്കെ അനുഭവിച്ചിരുന്ന കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ ഒരു കാലത്ത് അന്യമായിരുന്നു. 2016 മലയാള മനോരമയുടെ ആർദ്ര കേരളം പരിപാടിയുടെ ഭാഗമായി എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാസർഗോഡ് ടൗൺ ഹാളിൽ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന ഒരു ഫണ്ട് റൈസിംഗ് പരിപാടിക്ക് വന്നപ്പോഴാണ് അതുവരെ ശ്രദ്ധിക്കാതെ പോയ കുറേ കാര്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടെ അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ശൈലജ ടീച്ചറുടെ അനുമതിയോടെ അനുയാത്ര ക്യാമ്പയിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഇന്ദ്രജാലം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ലോകത്താദ്യമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു രീതിയായിരുന്നു അത്. പിന്നീടത് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് മാജിക് അവതാരകരായി ജോലിയും മാസശമ്പളവും കൊടുക്കുന്ന എംപവർ സെന്ററും 200ഓളം കുട്ടികൾക്ക് ആശ്വാസമായി മാറിയ ഡിഫറൻറ്റ് ആർട്സ് സെന്ററും നിലവിൽ വന്നു. ആ ഇടയ്ക്കാണ് MK ലൂക്ക എന്ന ഒരു മനുഷ്യസ്നേഹി അവിടെ സന്ദർശിക്കുന്നതും ഈ വിവരങ്ങൾ കേട്ടതെന്ന് എന്നെ വിളിക്കുന്നതും. കാസർഗോഡ് ജില്ലയിൽ ഇതുപോലെ ഒരു പദ്ധതി തുടങ്ങാൻ തയ്യാറാണെങ്കിൽ സ്ഥലം വാങ്ങാൻ താൻ സഹായിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. പിന്നെ അതിന്റെ അന്വേഷണമായി അടിക്കത്ത് പറമ്പിൽ സ്ഥലം കണ്ടു. അതിന്റെ ഉടമ തങ്കമ്മ വിലയിൽ ആകാവുന്ന വില കുറച്ച് തന്നെങ്കിലും വീണ്ടും പണം തികയാതെ വന്നു. ദുബൈയിലുള്ള ശ്രീ CK പത്മകുമാർ എന്ന വ്യവസായി കുറച്ച് സാമ്പത്തിക സഹായം കൂടി തന്നതോടെ 20 ഏക്കർ ഭൂമി ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ സ്വന്തമായി. ഈ 3 പേരോടും വലിയൊരു നന്ദി പറയുന്നതോടൊപ്പം വലിയൊരു തീരാ ദുഃഖം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. തന്റെ വലിയൊരു സ്വപ്നമായിരുന്ന ഈ പദ്ധതിയുടെ സാക്ഷാത്കാരം കാണാനാവാതെ ശ്രീ MK ലൂക്ക ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹത്തോടുള്ള കടപ്പാട് കൂടിയാണ് ഇവിടെ ഉയർന്നു പോകുന്ന ഈ പ്രസ്ഥാനം. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. IIBയുടെ തുടക്കം കുറിക്കൽ ഞാൻ വ്യക്തിപരമായി ഏറെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ കരങ്ങൾ കൊണ്ട് തന്നെ ആവണം എന്ന് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഈ ദിനത്തിൽ ചിത്ര ചേച്ചിയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ മനസ്സിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എന്റെ സ്വന്തം നാട്ടുകാരൻ MP-യുമായ വഹാബക്കയുടെ സാന്നിധ്യം. 3 പേരും ഇവിടെ എത്തിച്ചേരാനെടുത്ത ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. പിണറായി സാർ 6 തവണയാണ് തിരുവനന്തപുരത്തെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ പല ചടങ്ങുകൾക്കായി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു സ്ഥാപനത്തിന് കിട്ടാത്ത വലിയ ഒരു സൗഭാഗ്യമാണ്. ഭിന്നശേഷിക്കാർക്കായുള്ള എംപവർ സെന്ററിന്റെ ഉദ്ഘാടനം മുതൽ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനും അവസാനം ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന സോഷ്യൽ ഇൻക്ലൂഷന്റെ ആശയവുമായി ഭാരതയാത്ര തുടങ്ങുമ്പോൾ അതിന്റെ പതാക ഞങ്ങൾ ഏറ്റുവാങ്ങിയതും അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണ്. അന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയം കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. ഭാരതത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ മറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും CRCകളും ഭിന്നശേഷിക്കാർക്കായി ഒരുക്കുന്ന സംവിധാനങ്ങൾ പഠിച്ചു വന്ന് അത് നമ്മുടെ സംസ്ഥാനത്ത് കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കണം എന്ന വിലപ്പെട്ട വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യയിലെ 9 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഒട്ടുമിക്ക CRCകളിലും ഞങ്ങൾ പോയിരുന്നു സർ. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആ യാത്ര തുടർന്നു. മാത്രമല്ല ജപ്പാനിലും അമേരിക്കയിലെ കെന്നഡി അഗ്രിക്കൽ യൂണിവേഴ്സിറ്റിയിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നടപ്പാക്കുന്ന ഭിന്നശേഷിക്കാർക്കായുള്ള അതിനൂതനമായ ആശയങ്ങൾ പഠിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ IIPD രൂപകൽപ്പന ചെയ്യുന്നത്. അതെല്ലാം ആഴത്തിൽ പഠിച്ചും മനസ്സിലാക്കിയും ഇതിന്റെ ഡിസൈനിങ് പൂർത്തിയാക്കിയ ആർക്കിടെക്ട് ദാമോദരേട്ടനോട് ഞങ്ങൾക്കുള്ള കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുന്നു. മാജിക് രംഗത്ത് നിന്ന് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കാലെടുത്ത് വെച്ച കാലം മുതൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ സംരംഭത്തിന്റെ തുടക്കം കുറിക്കുന്നതും അതേ കൈകൾ കൊണ്ടായിരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഈ ഒരു പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് വരെ വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം സമ്മതിച്ചു, വന്നു. ഇരു കൈകൾ കൂപ്പി ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഈ വിശാലമായ ഓഡിറ്റോറിയത്തിൽ ഈ വലിയ സദസ്സിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ചിത്ര ചേച്ചിയുടെ സാന്നിധ്യവും അത്രമാത്രം ആഗ്രഹിച്ചത് കൊണ്ടാണ് വിജയേട്ടനെയും ചിത്ര ചേച്ചിയെയും വിളിച്ചത്. അവരുടെ തിരക്കുകൾക്കിടയിൽ ഈ ഒരൊറ്റ പരിപാടിക്ക് വേണ്ടിയുള്ള വന്നുപോക്കുണ്ടാക്കിയ കഷ്ടതകൾ അറിയാനിട്ടല്ല. ഇന്നലെ രാത്രി 2 മണിക്കാണ് ചേച്ചിയും വിജയേട്ടനും റൂമിലെത്തിയത്. പോരുന്ന സമയത്ത് വിജയേട്ടൻ കാറിൽ നിന്ന് പറയുകയായിരുന്നു, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് 7.5 മണിക്കൂറായി എന്ന്. നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളുടെ വില മനസ്സിലാക്കാനായിട്ടല്ല, പക്ഷെ ഈ ഒരു കർമ്മം നടക്കുമ്പോൾ ഇതിന്റെ ഭാഗമാകാൻ ചിത്ര ചേച്ചിക്ക് പകരം മറ്റൊരാളില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചേച്ചിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിജയേട്ടനുള്ള നന്ദി അറിയിക്കുന്നു.
ശ്രീ അബ്ദുൽ വഹാബ് ഒരു MP എന്നതിനപ്പുറം എനിക്ക് എൻ്റെ എല്ലാമാണ്. ജ്യേഷ്ഠ സഹോദരനാണ്, നാട്ടുകാരനാണ്. ബാംഗ്ലൂർ നടക്കുന്ന പാർട്ടി പരിപാടി കൂടി ഒഴിവാക്കിയാണ് ഇന്ന് അദ്ദേഹം ഇവിടെ വന്നത്. സ്നേഹപൂർവ്വം വഹാബിക്ക് സ്വാഗതം ആശംസിക്കുക. ശ്രീ രാജമോഹൻ ഉണ്ണിത്താൻ MP സന്നിഹിതനായിട്ടുണ്ട്, അദ്ദേഹത്തിന് സുസ്വാഗതം. ശ്രീ രാജഗോപാൽ MLA CH കുഞ്ഞപ്പസാർ വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. BB ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിനപ്പുറം IIPD-യുടെ അയൽക്കാരി കൂടിയാണ്, സ്വാഗതം. സുജാത ചെയർപേഴ്സൺ, ഇമ്പശേഖർ IAS ജില്ലാ കലക്ടർ, D. ശില്പ IPS, മലയാള സിനിമയിലെ നമുക്കെല്ലാവർക്കും മറക്കാനാവാത്ത താരം പ്രിയപ്പെട്ട രാഘവൻ സാർ, അദ്ദേഹത്തിന്റെ കുടുംബം, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. മറക്കാതെ പറയേണ്ട 3 പേരുകളുണ്ട് ഇവിടെ. ഈ പരിപാടി പല്ലേരിയം ഓഡിറ്റോറിയത്തിൽ ഇത്രയും വിശാലമായ ഓഡിറ്റോറിയത്തിൽ നടക്കാൻ കാരണക്കാരായത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറലായ നീലശ്വരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറിയ NRDC-യുടെ സാരഥി കൂടിയായ ശ്രീ P. മനോജ് കുമാറിന്റെയും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് എന്ന വലിയൊരു ആശയവുമായി എത്രയോ ഭിന്നശേഷിക്കാർക്ക് ഇതിനോടകം വീട് നിർമ്മിച്ചു നൽകിയ ഫാദർ ജോർജ് കണ്ണന്താനം അവരുടെയും സമർപ്പണമായാണ്. ഒപ്പം ഈ പല്ലേരിയം ഓഡിറ്റോറിയത്തിന്റെ സാരഥി മണിയേട്ടന്റെ സാന്ത്വന സ്പർശവും അതിന്റെ കാരണമാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ജ്യോതിർഗമയ എന്ന നമ്മുടെ മക്കളുടെ കലാസന്ധ്യയാണ് ഇന്ന് ഈ ദിനത്തിന്റെ ഭാഗമായി നിങ്ങൾക്കുള്ള മധുരമായ സമ്മാനം. ആ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയ എല്ലാ മക്കൾക്കും, ഇവിടെ ഇരിക്കുന്നുണ്ടവരെല്ലാവരും, അവർക്കെല്ലാവർക്കും നമുക്കെല്ലാവരും വലിയ കയ്യടി കൊടുക്കാം. MRPL-ന്റെ സാരഥി നന്ദകുമാർ V. പിള്ളൈ, വിദ്യാപ്രഭ R. പിള്ളൈ, കാനറ ബാങ്കിന്റെ സാരഥി അൻഷുമാൻ D. ശ്രീകാന്ത്, BPCL-ന്റെ സാരഥി ജയദീപ്, HPCL-ന്റെ സാരഥി നിഷാന്ത് മുഹമ്മദ് എന്നിവർക്കും പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതമാണോ നന്ദിയാണോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. IIPD എന്ന പദ്ധതി സ്വപ്നം കാണാൻ തുടങ്ങിയ കാലം മുതൽ ഒപ്പമുള്ളവരാണ് അവർ. സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഒപ്പം നിൽക്കേണ്ടവരാണ് അവർ. പ്രത്യേകം എല്ലാവർക്കും എൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും വിശിഷ്ട വ്യക്തികൾ ഉണ്ടാവുന്ന സമയത്ത് പലരെയും വിട്ടുപോയിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു. ദയവായി എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവർക്കും എല്ലാ നാടികൾക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഒരു വലിയ സ്വപ്നം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റിന്റെ ദൃശ്യാവിഷ്കാരം കണ്ടതിന് ശേഷം ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നമ്മൾ നേരിട്ട് കിടക്കുകയാണ്. കാണാം സ്ക്രീനിൽ. International Institute for People with Disabilities, IIPD, Kasaragod, an expansion of Different Art Center, DAC, Thiruvananthapuram to provide world-class facilities for training and empowerment of individuals with special needs and thereby enable them to lead an independent life. Inspired by the successful impact of DAC model, unique creative platforms for art training and performance opportunities for the talents with special needs while preserving the rich heritage values of the region. Designated venues for music, dance, magic, drawing, painting, etc. to explore the artistic potential and inherent talents. Magic-themed entertainment zones, the crucial and innovative component for providing social opportunities for the beneficiaries, ensures the presence of public and environment for social interaction. Going beyond artistic opportunities, IIPD is a pioneering global center that offers a holistic approach to empowerment. By integrating arts, sports, advanced rehabilitation services, and vocational training, the Institute targets to enable individuals with disabilities to reach their full potential and lead fulfilling lives. IIPD boasts a world-class sports center with state-of-the-art indoor and outdoor facilities to identify, train, and empower persons with disabilities to compete at the international platforms like Paralympics, Special Olympics, etc., unlocking their full potential. Within this holistic ecosystem, emerging interventions like animal-assisted therapies, modern sensory units, etc. are also incorporated.
A stunning green lush environment, carefully preserving the natural ecosystem and eco-friendly concepts like rainwater harvesting, blended with creative architectural attractions. Spanning across 20 acres of land, IIPD is distinguished by its innovative integration of multidisciplinary approaches, envisioned as a first-of-its-kind center in the world for people with disabilities. Through IIPD, we share our vision for an inclusive world. Let's unite to break down barriers and unlock the potential of individuals with disabilities. Join us in shaping a brighter, more inclusive future where every individual can thrive. ഒപ്പം തന്നെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ മലയാളിയുടെ ഹൃദയസ്വരം ശ്രീമതി KS ചിത്ര ചേച്ചിയെയും ക്ഷണിക്കുകയാണ്. ഒരു നല്ല കയ്യടി കാസർഗോഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ അബ്ദുൽ വഹാബ് MP, ഉദുമ MLA CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാൽ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സുജാത, കാസർഗോഡ് കളക്ടർ ശ്രീ ഇമ്പശേഖർ, കാസർഗോഡ് MP D ശില്പ IPS, MP ശ്രീ രാജ്മോഹൻ അണിത്തൻ, അദ്ദേഹത്തെ പ്രത്യേകമായി തന്നെ ക്ഷണിക്കുന്നു. NRDCയുടെ ഭാഗത്തു നിന്നും P മനോജ് കുമാർ, പ്രോജക്ട് ഷാറ്ററിന്റെ ഭാഗത്തു നിന്നും ജോർജ് കണ്ണന്താനം, DAC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ഗോപിനാഥ് മുതുകാടൊപ്പം DACയുടെ എല്ലാ ഡയറക്ടർമാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ IIPDയുടെ പ്രോജക്ട് ലോഞ്ച് കർമ്മം നിർവഹിക്കുന്നതിനും തുടർന്ന് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണത്തിനും സാദരം ക്ഷണിക്കുന്നു. ഒരു മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കാസർഗോഡ്. കാസർഗോഡിന്റെ സ്നേഹം, നിറഞ്ഞ സ്നേഹം, നിറ കൈകളികളോട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി IIPDയുടെ പ്രോജക്ട് ലോഞ്ച് കർമ്മം ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ആ സ്വപ്നത്തിന്റെ ആദ്യ പടിയാണ്, ആദ്യ ശിലയാണ് ഇവിടെ. ശില പാകിയിരിക്കുകയാണ് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുന്നു. ബാക്കിയുള്ള എല്ലാവരും അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദരപൂർവ്വം ഏവരെയും അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നു. CMന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. സഹോദരി സഹോദരന്മാർ, ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പ്രധാന സംരംഭത്തിനാണ് ഇന്ന് തുടക്കമാവുന്നത്. ഭിന്നശേഷിക്കാർക്ക് നേരത്തെ പ്രസ്താവിച്ചതുപോലെ ബഹുവിധ പരിശീലനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ ഈ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി